യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് പറയുകയാണ് CPM നേതാക്കളെല്ലാം തന്നെ. പൂവാറിനടുത്ത് അരുമാനൂർ നൈനാർ ക്ഷേത്രത്തിലാണ് വിവാഹം. സുഹൃത്ത് മഹാരാഷ്ട്ര സ്വദേശി ഫർമാൻ ഖാനുമായുള്ള വിവാഹം വീട്ടുകാർ എതിർത്തതിനെ തുടർന്നാണ് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ അഭയം തേടിയത്. അച്ഛനെതിരെ പരാതിയും പറയുന്നുണ്ട് മൊണാലിസ. അഷിൻ ഡിയാക്കോ തുടരുന്നു. അഷിൻ, ഏതായാലും CPM നേതാക്കൾ കൂടി വിവാഹത്തിൽ പങ്കുചേരുകയാണ്. യഥാർത്ഥ കേരള സ്റ്റോറി ഇതാണ്. കേരളത്തിൽ അത്തരം ഭയമേതുമില്ലാതെ സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. അത് മറ്റിടങ്ങളിൽ ഇല്ല എന്നതുകൂടിയാണ് ഇത് കാണിച്ചു തരുന്നതെന്നാണ് നേതാക്കൾ പറയുന്നത്. അഷിൻ ഡിയാക്കോ. വനിത, തീർച്ചയായും നമുക്കറിയാം, കേരള സ്റ്റോറി പോലുള്ള സിനിമകൾ കേരളത്തെ മറ്റൊരു തരത്തിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴാണ് ഇത്തരത്തിൽ സമാധാനമായി ജീവിക്കാൻ കഴിയില്ല എന്ന് കരുതി ഒരു പെൺകുട്ടി നേരെ കേരളത്തിലേക്ക് എത്തി തന്റെ വിവാഹം നടത്തി നൽകണം എന്നൊരാവശ്യവുമായി പോലീസിനെ കാണുന്നത്. നമുക്കറിയാം, ഇതൊരു ഇതര മതസ്ഥനുമായുള്ളൊരു കല്യാണമാണ്. അതുകൊണ്ട് തന്നെ ഈ മൊണാലിസയുടെ കുടുംബങ്ങൾ ആദ്യം ഇത് എതിർത്തു എന്നുള്ളതാണ്. തുടർന്ന് ഇവർ തമ്മിൽ കുടുംബവുമായി ഒരു തർക്കമുണ്ടാകുന്നു. ഈ തർക്കത്തിന് ശേഷം കേരളത്തിൽ തിരുവനന്തപുരത്തെത്തി. തിരുവനന്തപുരത്തെ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി. പിതാവിനൊപ്പം പോകാൻ കഴിയില്ല, തനിക്ക് തൻ്റെ കാമുകനായ ഫർഹാൻ ഖാനെ കല്യാണം കഴിക്കണം, അതിനുള്ള സൗകര്യം ഒരുക്കി നൽകണം, അല്ലെങ്കിൽ അതിനൊരു അവസരം ഒരുക്കി നൽകണം എന്നുള്ളതാണ് ഈ രാവിലെ റെയിൽവേ പോലീസ് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയ ഈ പെൺകുട്ടി പറഞ്ഞത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. തുടർന്ന് പോലീസ് ഇടപെടുകയും, പോലീസ് പ്രായപൂർത്തിയായ രണ്ടുപേരാണ്, അവർക്ക് അവരുടേതായ ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള അവസരം ഒരുക്കേണ്ടത് പോലീസിന്റെ കർമ്മമാണ്. അങ്ങനെ ആണ് പോലീസ് ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്നതും തുടർന്ന് ഈ പിതാവുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടർന്ന് അതിനുശേഷം പൂവാറിൽ തന്നെ ഇവരുടെ സിനിമാ ഷൂട്ടിങ്ങിന് തൊട്ടടുത്തായി തന്നെയുള്ള അമ്പലത്തിൽ വൈകുന്നേരത്തോടുകൂടി കല്യാണം നിശ്ചയിക്കുന്നതും 5:30 ഇപ്പോൾ ഈ കല്യാണം നടക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉടൻ തന്നെ ഈ വരനും വധുവും ഇവിടെ ഈ കാണുന്ന അമ്പലത്തിൽ അവരുടെ പ്രണയ സാക്ഷാത്കാരം വിവാഹിതരാകുന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഇവർ 1.5 വർഷമായി പ്രണയത്തിലാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഫേസ്ബുക്കിലൂടെയാണ് രണ്ടുപേരും കണ്ടുമുട്ടുന്നതും പരിചയപ്പെടുന്നതും അതൊരു പ്രണയത്തിലേക്ക് വഴിമാറുന്നതും. നിലവിൽ എന്തായാലും ഇപ്പോൾ CPM നേതാക്കളെല്ലാം തന്നെ ഈ ഒരു കല്യാണ ചടങ്ങിൽ